ഹലോ എവരി വൺ. അപ്പം ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ മേക്കപ്പിനെ പറ്റി പല പല വീഡിയോസ് കാണാറുണ്ട് അല്ലേ. പക്ഷെ മേക്കപ്പിന് മുന്നേ നമ്മുടെ സ്കിന്നിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇന്ന് അതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്നാണ്. സോ ദ പീപ്പിൾ ഹു ഡസ് നോട്ട് നോ മലയാളം, ദിസ് ഇസ് ദ CTMP, ഓക്കെ, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആൻഡ് പ്രൈമർ. സോ ദിസ് ഈസ് എ മസ്റ്റ് പ്രൊസീജിയർ ബിഫോർ മേക്കപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം അല്ലേ. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വന്നിട്ട് ഒരു ക്ലെൻസർ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഞാൻ ഈ കാണിക്കുന്ന പ്രോഡക്റ്റ് വെച്ച് തന്നെ നിങ്ങൾ ചെയ്യണം അങ്ങനെയില്ല. ക്ലെൻസിങ് എന്ന് പറയുന്ന പേർപ്പസ് എന്താണ്? ഇപ്പം നമ്മുടെ മുഖത്തുള്ള എന്തെങ്കിലും ഡേർട്ടോ അഴുക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലീൻ ചെയ്യുക ജസ്റ്റ് അല്ലേ. അപ്പോൾ ഇപ്പം നമ്മളൊരു ചുമര് പെയിൻറ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് വന്നിട്ട് നമ്മൾ പഴയ ചുമരിൽ നമ്മൾ ഡയറക്റ്റായിട്ട് പെയിൻറ് ചെയ്യുകയല്ലോ ചെയ്യുന്നത്. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം വെള്ളം നനച്ച് അതിൻ്റെ എല്ലാ പൊടികളും അഴുക്കുകളും ചുരണ്ടി എടുത്ത് കളഞ്ഞിട്ട് പ്രൈമർ ഇട്ട് ആണല്ലോ നമ്മൾ പെയിൻറ്റിങ്ങിന് അതിന് ആ പ്രതലം നമ്മൾ ക്ലീൻ ആക്കി കൊണ്ടുവരുന്നത്. അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ സ്കിന്നിന് നമ്മളിപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഏത് ഡ്രഗ് സ്റ്റോർ, അതായത് വില കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആയാലും ഏറ്റവും ഹയർ എൻഡ് പ്രോഡക്റ്റ് ആയാലും അത് യൂസ് ചെയ്യേണ്ട ആ സ്കിൻ അല്ലെങ്കിൽ ആ പ്രതലം അല്ലെങ്കിൽ ആ ബേസ് എപ്പോൾ എന്തായിരിക്കണം? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതായത് കുഴികൾ ഒന്നും പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് ക്ലെൻസറാണ്. അത് ഇതിൻ്റെ അകത്ത് തന്നെ എനിക്കിങ്ങനെ ഒരു ബ്രഷ് ഇതിൽ വരുന്നുണ്ട്. ഇതില്ലാത്തവർ വെറുതെ നമ്മൾ കയ്യിലെടുത്തിട്ട് ചെയ്താലും മതി. അപ്പം ഞാനിത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഞാൻ 4 ഡോട്ട് ഇട്ടിട്ട്, അതായത് എൻ്റെ 2 കവിളിൽ, ചിന്നിൽ, ഫോർഹെഡിൽ, എന്നിട്ട് ഇത് വെച്ചിട്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ ഒന്ന് മസാജ് കൊടുക്കാം. മസാജ് കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തത് ചിലരുടെ ഇവിടെയൊക്കെ, അതായത് മീശ ആ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഹെയർ കാണും അല്ലേ. അപ്പോൾ ആ ഹെയർ പോലും നമ്മൾ ഈ പറയുന്ന ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മൾ അതിൽ സ്റ്റക്ക് ആകാൻ സാധ്യതയുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത്? ഈ ക്ലെൻസിങ് ചെയ്ത അതേ ഒരു മോയിസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പം വന്നിട്ട് ഒരു ഈർപ്പം ഉണ്ടല്ലേ നമ്മുടെ ഫേസിന്. അപ്പോൾ ആ ഈർപ്പമുള്ള സമയത്ത് ഇതുമാതിരി ചെറിയ ഒരു പ്ലേഡ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. അതായത് ഇത് ഒരു മസ്റ്റ് എന്നല്ല, പക്ഷെ ഒരു ചില ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ ഹെയറിന്റെ ഇത് ഉണ്ടാകുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇത് വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ ചിലർക്ക് മീശ ഇവിടെ ആയിരിക്കും, ചിലർക്ക് വന്ന് ഫേസ് ഫുൾ ആയിട്ട് കാണും. പക്ഷെ നമ്മൾ മസ്റ്റ് ആയിട്ട് വി ഹാവ് ടു ക്ലീൻ ഔട്ട് ഓൾ ദ ബേബി ഹെയർസ് ഫ്രം അവർ ഫേസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിനെ വൈപ്പ് ചെയ്യും. ഒരു ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്യാം, അല്ല നമുക്കൊരു ചെറിയൊരു കോട്ടൺ ഒരു ടവൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് വൈപ്പ് ചെയ്യാം. ഇപ്പൊ എല്ലാവരുടെയും സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ബേബി ഹെയർസ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതിഭയങ്കരമായിട്ട് മുടി വളരുമോ എന്നൊക്കെ ഒരു ഭയമുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഹെയർ എന്ന് പറയുന്നത് എപ്പോഴും അതിനായിട്ട് അത് ഗ്രോ ചെയ്യുന്ന ഒരു ഫോളിക്കിൾ ഉണ്ട്, അതിൽ മാത്രമേ അത് വരുള്ളൂ. അത് നമ്മൾ ക്ലെൻസർ കഴിഞ്ഞു. അടുത്തത് ഇതെന്ന് പറയുന്ന ഇപ്പം നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് ഒരു ഐസ് ക്യൂബ്. ഇത് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് പതുക്കെ ഒരു മസാജ് കൊടുക്കുക. നമ്മൾ എവിടെയൊക്കെ ക്ലെൻസ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഒന്ന് ചെറുതായിട്ട്, ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വെച്ച് തന്നെ നിങ്ങൾ ചെയ്തില്ലെങ്കിലും ജസ്റ്റ് യൂസ് ഓൺലി ഐസ് ക്യൂബ്സ്. ഓക്കെ, ഇപ്പൊ ഐസ് ക്യൂബ്സ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് അത് ഭയങ്കര തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്ന ഉണ്ടെങ്കിൽ ഇതിനെ നമുക്കൊരു ടിഷ്യൂവിന്റെ ഉള്ളിൽ വെച്ച് കവർ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ജസ്റ്റ് നമ്മളൊരു ഡീപ്പ് പഫ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് മുഖത്തിന് ഉള്ള ഒരു ബേസ് വന്നിട്ട് കുറച്ചുകൂടെ ഒരു ഈസി ആക്കുക. അപ്പം ഞാൻ ഐസ് ക്യൂബ് വെച്ചിട്ട് ഞാനൊരു ചെറിയ മസാജ് കൊടുത്തു. കണ്ടല്ലോ, ചെറിയൊരു റെഡ്നെസ് എൻ്റെ ഫേസിന് വന്നിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ ഫേസ് വന്ന് കുറച്ച് സെൻസിറ്റീവാണ്. അപ്പം അതുകൊണ്ടും ആയിരിക്കാം എപ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളപ്പോൾ ഒരു റെഡ്നെസ് വരാറുണ്ട്. അപ്പം ആ ഒരു മോയിസ്റ്റ് കിടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഗുഷ, ഇത് സെഫോറയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പം ഇത് യൂസ് ചെയ്യാൻ വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു മെഷീനും വാങ്ങാൻ കിട്ടും. അപ്പം ഇത് എൻ്റെ ഒരു ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനൊരു ലൈറ്റ് മസാജ് കൊടുക്കുക. അതായത് ഇത് മേളിലോട്ട് നമ്മുടെ കവിളുകൾ മേളിലേക്ക് കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ കഴുത്തിലേക്ക് കൊണ്ടുപോവുക. ബ്ലഡ് സർക്കുലേഷനും ഇത് നല്ലതാണ്. അപ്പോൾ ഒത്തിരി സാഗിങ് ആയിട്ടുള്ള ഫേസ് ഉള്ളവർക്കും ഒക്കെ ഇത് നമ്മളൊരു മേക്കപ്പിന് മുമ്പ് ചെയ്യുമ്പോൾ അവരുടെ ഫേസിന് ഒരു സ്ട്രക്ചർ കൊടുക്കാൻ നമുക്ക് കഴിയും. നെറ്റിയിലും കൊടുക്കുക, മേളിലേക്കും കൊടുക്കുക. എന്നിട്ട് അതെല്ലാം നമ്മുടെ കഴുത്തിലേക്ക് കൊണ്ടുവരിക. ഇതും വന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതും വന്നിട്ട് അപ്വേർഡ് സ്ട്രോക്സിൽ വി ക്യാൻ യൂസ് ദിസ് മെഷീൻ ഓൾസോ. ദിസ് ഈസ് ഓൾസോ ഗുഡ് ഫോർ സാഗിങ് സ്കിൻ. So we can give some upward motions and
bring it downwards to your neck area. Forehead is also a must region where we have to give massage. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്കിന്ന് ഞാൻ CT കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, ക്ലെൻസിങ്ങും കഴിഞ്ഞിട്ടുണ്ട്, ടോണിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. നടുവിൽ നമ്മൾ ഹെയർ എടുത്തിട്ടുണ്ട്, ചെറിയൊരു മസാജ് കൊടുത്തു, അതൊക്കെ വേറെ ഒരു ബേസ്. അതായത് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ടിപ്സുകളാണ് ഇതൊക്കെ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസർ. അപ്പോൾ ഈ മോയ്സ്ചറൈസർ ഹൈ എൻഡ് ബ്രാൻഡ്സ് യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിന് ഏത് സ്യൂട്ട് ആവുന്നോ അത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഡ്രൈ സ്കിന്നുകാർ അതിന് ചേരുന്ന രീതിക്ക് എടുക്കുക, ഓയിൽ സ്കിന്നുകാർ അതിന് ചേരുന്ന മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, കോമ്പിനേഷൻ അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഈ പോൺസിൻ്റെ അത് എല്ലാവർക്കും ചേർന്ന് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹൈറോളിക് ആസിഡും വിറ്റാമിൻ ഇയും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇതിനെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ ചെയ്യുന്ന ഡോട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഡോട്ടിംഗ് ആകുമ്പോൾ നമുക്കത് എന്നിട്ട് തേക്കാൻ, നമുക്കത് എന്താ പറയണ്ട, സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ നെറ്റിയിൽ, കണ്ണിൻ്റെ മേളിൽ, കഴുത്തിലും കൊടുക്കുക. കാരണം നമ്മൾ എപ്പോഴും മേക്കപ്പ് ഇടുമ്പോഴും കഴുത്തിലേക്ക് മേക്കപ്പ് ഇടാൻ ശ്രദ്ധിക്കണം. കാരണം ഇല്ലെങ്കിൽ സ്കിന്ന്, മുഖം ഒരു കളറും കഴുത്ത് ചെവി വേറൊരു കളറായിരിക്കും. അപ്പം അതിനിട വയ്ക്കരുത്. എന്നിട്ട് നല്ലോണം അതിനെ കൈകൊണ്ടൊരു മസാജ് മൂവ്മെൻറ്റിൽ ഏത് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അപ്വേർഡ് സ്ട്രോക്സിൽ വേണം കൊടുക്കാൻ. അപ്പം അതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. അപ്പോൾ കണ്ടോ സ്കിൻ വന്ന് എന്തുമാത്രം സ്മൂത്ത് ആയിട്ടുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത ഈ സ്കിന്നിൽ മേക്കപ്പിന് എന്ത് ഭയങ്കര ലൈറ്റ്, കുറച്ച് ക്വാണ്ടിറ്റി യൂസ് ചെയ്താൽ തന്നെ നന്നായിട്ട് അതങ്ങ് ബ്ലെൻഡായി കിട്ടും. എന്നിട്ടും അത് നമ്മുടെ സ്കിന്നിലേക്ക് അത് ബ്ലെൻഡ് ആയിട്ടില്ല എന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഫാനോ അല്ലെങ്കിൽ ഒരു വിശറിയുടെയോ സഹായത്താൽ അതിനെ കുറച്ചുകൂടെ നമുക്ക് ബ്ലെൻഡ് ആക്കാം. നന്നായിട്ടില്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പം എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിയിട്ടില്ലേ അല്ലേ? ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ CTM എന്ന് മാത്രമല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ CTMP എന്നുണ്ട്. P എന്ന് പറയുന്നത് എന്താ? പ്രൈമർ അല്ലേ? അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഫ്രാൻസ് ബ്രാൻഡാണ്, ഗർലേൻ എന്ന് പറഞ്ഞിട്ട്. ഇത് സെറമുമാണ്, അതേസമയം പ്രൈമറുമാണ്. അപ്പം ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇത് നമ്മൾ ഒരു സ്റ്റിക്കാണ്, ഒരു ഗ്ലൂ മാതിരി. ഈ പ്രൈമർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ഫൗണ്ടേഷൻ നമ്മുടെ ഫേസിൽ നിന്ന് സ്ലിപ്പായി പോകില്ല. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല. യു ക്യാൻ ഓപ്റ്റ് ഫോർ യുവർ ചോയ്സ്. ഏതൊരു പ്രൈമർ ആയാലും യൂസ് ചെയ്യുക എന്നത് മാത്രമാണ് പരമപ്രധാനം. ഓക്കെ, സോ ഇത് വന്നിട്ട് ഇതൊരു ഇങ്ങനെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലേക്ക് എടുക്കാൻ എളുപ്പമാണ്. ഞാൻ ഇതേ കണ്ടോ ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് ഫേസിൽ എന്താ സ്കിന്നിൽ എന്തെങ്കിലും ഒന്ന് അൺഈവൻ ആയിട്ടുള്ള ടെക്സ്ചർ ഉണ്ടെങ്കിൽ ആ ഭാഗത്താണ് നമ്മളിത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇവിടെയാണ് കുറച്ചൊരു ടെക്സ്ചർ മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നത്, പ്രത്യേകിച്ച് എൻ്റെ കവിളിൻ്റെ അവിടെ. എന്നിട്ട് അത് ഞാൻ നല്ലോണം ഇങ്ങനെ തേച്ച് പിടിക്കുകയാണ്. സോ കണ്ട, അപ്പോൾ സ്കിൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇതാണ് ബേസിക്. ഓക്കെ, പ്രോഡക്ട്സ് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഡ്രഗ് സ്റ്റോർ ഉണ്ട്, ലക്ഷറി ബ്രാൻഡ്സ് ഉണ്ട്. അത് നമ്മുടെ പോക്കറ്റാണ് ആദ്യം ശ്രദ്ധിക്കാൻ. അതേമാതിരി നമ്മുടെ സ്കിൻ ടൈപ്പ് ഇത് നോക്കിയിട്ട് ഏത് നമുക്ക് സ്യൂട്ടബിൾ ആണോ, ഏത് നമുക്ക് പെട്ടെന്ന് റീച്ച് ആകാൻ പറ്റുന്ന എമൗണ്ട് ആണോ അത് വാങ്ങിയാൽ മാത്രം മതി. പക്ഷേ മസ്റ്റായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ഫൗണ്ടേഷനിലേക്ക് പോകാം. ഇപ്പൊ ഈ ടെക്സ്ചർ കണ്ടല്ലോ എല്ലാവരും. ഇപ്പൊ ഇത് കണ്ടോ, കൈ നമ്മളിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഒന്ന് സ്റ്റിക്ക് ആകുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഫൗണ്ടേഷന് വേണ്ടുന്ന എല്ലാ പ്രിപ്പറേഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാരണം ഏതൊരു പ്രോഡക്റ്റ് വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഡ്രഗ് സ്റ്റോർ ആകട്ടെ, നമുക്ക് ലക്ഷറി ബ്രാൻഡ് ആകട്ടെ, ഇപ്പം നമ്മളൊരു വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റ് തന്നെ വേണം എന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പ്രൊസീഡർ എന്തോ അതാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CTMP അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള CTM മാത്രമാണ്. പക്ഷെ ഇവിടെ P എന്ന് പറയുന്നത് ഒരു പ്രാധാന്യമുള്ളതാണ്. അതാണ് പ്രൈമർ എന്ന് പറയുന്നത്. അപ്പോൾ ഹോപ്പ് യു ആൾ എൻജോയ് ദിസ്. സോ
കൈൻഡ്ലി ഫോളോ ദീസ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അതുമാതിരി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഒന്നിൽ ഗ്രേ ആയി പോവും, അല്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്യൂല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരാതെ ഏതൊരു ബ്രൈഡിനെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴും സമയം കുറവെന്നുള്ളത് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. പക്ഷേ പ്രൊസീഡേഴ്സ് എപ്പോഴും സ്കിൻ പ്രിപ്പറേഷൻ നിങ്ങൾ നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.